അതുപോലെ തന്നെ അനുപം ഖർ എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നടനെയാണ് ഇതിൽ മോഹൻലാലിനോടൊപ്പം കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അനുപം ഖർ ഈ സിനിമയിൽ അഭിനയിച്ച ശേഷം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ അവിടെ തിരിച്ചു ചെന്നിട്ട് അനിൽ കപൂറിനോട്, പ്രശസ്തനായ ഹിന്ദി നടൻ അനിൽ കപൂറിനോട് പറഞ്ഞത്, ഈ ബ്ലസ്സി ഒരു അതുല്യനായിട്ടുള്ള പ്രതിഭയാണ്, അദ്ദേഹത്തെ ഇപ്പോഴാണ് പരിചയപ്പെട്ടതെന്നുള്ളത് തന്നെ വലിയ കഷ്ടമായി പോയി. നിങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ നിങ്ങൾ അഭിനയിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇങ്ങനെ ഒരു കമന്റ് ഇത്രയും, കാരണം അദ്ദേഹം മോശം പറയുന്ന ഒരാളൊന്നല്ല, കാരണം 400 സിനിമകളിൽ അഭിനയിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു അഭിനേതാവ് എന്ന പേരെടുത്തിട്ടുള്ള ആളാണ്. പിന്നെ നാടകങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, എനിക്ക് സ്കൂൾ ഡ്രാമയിൽ പോയി സ്വർണ്ണ മെഡൽ നേടിയ കക്ഷിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങളെക്കുറിച്ച് സ്വാഭാവികമായിട്ടും മോഹൻലാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷെ അദ്ദേഹം വളരെ ഇതായിട്ട് അനിൽ കപൂറിനോട് ഇങ്ങനെ പറഞ്ഞൊരു ഇതാണ്, നിങ്ങളുടെ ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് നിങ്ങൾ നല്ലൊരു കലാകാരനാണെന്ന ഒരു ഉത്തരേന്ത്യയിലെ ഒരു ആള് പറയും. എനിക്ക് തോന്നിയിട്ടുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയ്ക്ക് ഞാൻ അനുഭവിച്ച ഏറ്റവും സുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ 3 പ്രതിഭകളുമായിട്ട് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അഭിനയത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ സഞ്ചരിച്ച് 430ഓളം സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഈ അനുപം ഖേർ എത്തുന്നത്. നമുക്കറിയാം എത്രയോ മഹേഷ് ഭട്ടിന്റെ ഒക്കെ സിനിമകൾ തൊട്ടുള്ള വലിയ സിനിമകൾ വന്നിട്ട്. അപ്പം ആദ്യമൊക്കെ എനിക്കൊരു എങ്ങനെയാണ് പ്രത്യേകിച്ച് മറ്റൊരു ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇച്ചിരി പ്രയാസമായിട്ട് തോന്നി. പക്ഷെ ഈ ചെറിയ സീക്വൻസുകൾ പോലും അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് അറിയുമ്പം തൊട്ട് തന്നെ പുള്ളി ഭയങ്കരമായിട്ട് ആവേശമായി കഴിഞ്ഞു. അപ്പം ഒരു എക്സ്പ്രഷൻ കാണിക്കുമ്പം പലപ്പോഴും നമ്മുടെ മലയാളികളുടെ ജസ്റ്റേഴ്സും മറ്റ് ഭാഷയിലുള്ളവരുടെ പ്രകടനങ്ങളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മലയാളികൾ വളരെ സർട്ടിലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റേ കുറച്ചുകൂടെ പ്രകടമായിട്ടാണ്, ഡ്രാമയായിട്ട് തോന്നുന്ന എക്സ്പ്രഷൻസ് ഒക്കെയാണ്. അപ്പം അത് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഈ 2 ആർട്ടിസ്റ്റുകൾക്കും മേലെ എനിക്ക് തോന്നിയിട്ടുള്ള ആദ്യത്തെ കാര്യം. അപ്പൊ ഇങ്ങനെ ഞാൻ പറയാം, ആ എക്സ്പ്രഷൻ വേണ്ട, ഇങ്ങനെ വേണമെന്ന് ഞാൻ ചിലപ്പോൾ അഭിനയിച്ചൊക്കെ കാണിക്കും. അപ്പം അദ്ദേഹം പറയും അതൊരു റൈറ്റർ പോയിന്റ് ഓഫ് വ്യൂവിലാണ്, നിങ്ങൾ ഇതെല്ലാം ഷോട്ടും മനസ്സിൽ വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എഴുതുമ്പം തന്നെ ഇതെല്ലാം തെളിയും എങ്ങനെയാണ് ഇവർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഇതിങ്ങനെ ചെയ്താൽ അപ്പം പറയും ഞാൻ അങ്ങനെ ചെയ്യാം, പക്ഷെ ഞാൻ വേറൊരു രീതി ചെയ്ത് കാണിക്കട്ടെ, അത് ചെയ്ത് കാണിച്ചു കഴിഞ്ഞിട്ട് വേറൊരു രീതി ചെയ്ത് കാണിക്കട്ടെ എന്ന് ചോദിക്കും, അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പൊ അങ്ങനെ അത്ര അധികം നമ്മളുടെ ഒരു പ്രോഡക്റ്റിൽ ഏത് നന്നാകുന്നു എന്നുള്ളത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയും. അപ്പൊ പലപ്പോഴും പുള്ളി ചെയ്ത് കാണിക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്റെ ചിന്തകൾ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ കടലിലേക്ക് ഇനിയും ഇറങ്ങാനിരിക്കുന്നല്ലോ, ആഴക്കടലിലേക്ക് ഇറങ്ങാനിരിക്കുന്നല്ലോ എന്ന് തോന്നുന്നു. അപ്പൊ അതൊരു അത്ര അധികം പ്രതിഭയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം ഇത് ഈ പ്രതിഭ ഉണ്ടായിട്ട് മാത്രമായില്ല, ഇത് നമ്മളിലേക്ക് തരികയാണ് എന്ന് വെച്ചാൽ വളരെ ലളിതമായി തരികയാണ്. ഇത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ തന്നിരിക്കുന്നതിന് അദ്ദേഹത്തിനോടുള്ള ബഹുമാനമാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് അത്രയധികം സംസാരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അത് വേറൊരാളെ കുറിച്ച് സംസാരിക്കുക, പ്രത്യേകിച്ച് ഒരു മലയാളിയെ എന്നെ അത്രയധികം പറഞ്ഞിട്ടൊന്നും പുള്ളിക്കൊന്നും പ്രത്യേകിച്ച് ലഭിക്കാനുള്ള കാര്യമില്ല. പുള്ളി അത് ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇദ്ദേഹത്തെ നമുക്ക് ഹിന്ദിയിലേക്ക് കിഡ്നാപ്പ് ചെയ്യാന്നവരെ, ഹിന്ദി സിനിമയിലേക്ക് കിഡ്നാപ്പ് ചെയ്യാന്നവരെ, അപ്പൊ അത്രയും ഉള്ളിൽ തട്ടിയിട്ടാണല്ലോ പുള്ളി അത് പറയുന്നത്. പുള്ളി എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഓഫേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പുള്ളിയുടെ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സിനിമ ചെയ്യാൻ അല്ല അതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. കാരണം ഹിന്ദിയിൽ ഒരു സിനിമ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു ആവേശം എനിക്കില്ല. പക്ഷെ ഹിന്ദിയിൽ ചെയ്യുന്ന ഒരു സിനിമയുടെ വിഷയവും അങ്ങനെ ഒരു വിഷയത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണെങ്കിൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആ ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെ ഇപ്പൊ അനുപം ഖേർ മലയാളത്തിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ഹിന്ദിക്കാരനായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ മലയാളി വേഷത്തിൽ. പക്ഷെ അച്യുത മേനോൻ എന്നുള്ള അദ്ദേഹത്തിന്റെ വേഷം കണ്ടു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഭാഷയും രൂപം കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു അച്യുത മേനോൻ, ഒരു മേനോൻ, ഈ മോഹൻലാൽ ഇപ്പോഴും പറഞ്ഞ മേന്നെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. എത്ര മനോഹരമായിട്ട് പുള്ളി ചേർന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ഈ മാനറിസംസ് മലയാളത്തിന്റെ അത് പറഞ്ഞു കൊടുത്തിട്ട് ഇതാണ് പുള്ളി എങ്ങനെയാണ് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട രീതി എങ്ങനെയായിരുന്നു? അനുപംജി ഇതിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഒരു മേനെ കുറിച്ച് എന്തായിരിക്കും എന്ന് അദ്ദേഹത്തിന് തീരെ ധാരണ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഒരു മലയാള സിനിമകൾ സ്ഥിരമായി കാണുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ള ആളല്ലായിരുന്നു. പക്ഷെ ഒരു പ്രതിഭയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻകാല ഒരു എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നുള്ള തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ.
പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ഒരുപാട് ചില മാനർസങ്ങൾ നമ്മൾ ഉരുള ഉരുട്ടിയിട്ട് മീൻചാറ് മുക്കിയിട്ട് വായിലേക്ക് എറിയുന്ന ഒരു ഇതുണ്ട്. അത് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. വെച്ചാൽ ഞാനത് ഉരുള ഉരുട്ടി ഇപ്പൊ ഞാൻ അറിഞ്ഞാൽ പോലും കൃത്യം വായിലോട്ട് വീഴത്തില്ല, അതെനിക്കറിയാം. പക്ഷെ ആ ഉരുള ഉരുട്ടിയിട്ട് പ്രത്യേകിച്ച് ഞാനത് പറയുമ്പോൾ ഓർക്കുമ്പം ലോഹിയാട്ടൻ എപ്പോഴും ചോറുണ്ടെന്ന് അങ്ങനെയായിരുന്നു. ഇങ്ങനെ ചോറ് വാരി അപ്പം ഇങ്ങനെ ഉരുള ഉരുട്ടിയിട്ട് ഇങ്ങനെ വലിച്ചൊരു ഏറാണ് വായിലോട്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട് കൗതുകം നമുക്ക് പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവം ഇയാളിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെയാണെന്നൊക്കെ കാണിച്ചു കൊടുത്തെങ്കിലും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ പുള്ളി അത് എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് ഓക്കെ എന്നുള്ളതാണ്. കൃത്യം ഞങ്ങളെല്ലാം പേടിച്ചിങ്ങനെ നിൽക്കാണ്, എന്ന് വെച്ചാൽ മുഖത്ത് ആവാം. പക്ഷെ അങ്ങനെ അന്നേരം ഇത് മുൻകാല പരിചയം വേണമെന്നില്ല ഒരു റിപ്രൊഡ്യൂസ് ചെയ്യാൻ. പിന്നെ മുണ്ട് ഞാൻ ഫസ്റ്റ് ഡേയിൽ തന്നെ പുള്ളി വരുന്നതിന്റെ തലേന്ന്, ഷൂട്ട് തുടങ്ങുന്നതിന്റെ തലേന്ന് റൂമിൽ പോയി കോസ്റ്റ്യൂംസും മറ്റു കാര്യങ്ങളും ഗെറ്റപ്പുകളും ഒക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സാർ വേണമെങ്കിൽ റൂമിലൊക്കെ മുണ്ട് ഉടുത്തോണ്ട് നടന്നോളൂ. എന്ന് വെച്ചാൽ മുണ്ട് അതുപോലെ ഉടുക്കുകയും പ്രാക്ടീസും ഒക്കെ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പാന്റ് മാറ്റി മുണ്ടെടുത്ത് ഉടുത്തു നോക്കി. അപ്പം അങ്ങനെ ഒരു എല്ലാത്തിനോടും ഒരു പ്രത്യേക ഒരു ഡെഡിക്കേഷൻ കൊണ്ട് തന്നെ നേടിയെടുത്തതാണ്. അതുപോലെ ഈ സിനിമയിലെ ഈ പൊസസീവ്നെസ് എന്നുള്ള ഒരു ഫാക്ടർ, കാരണം ആദ്യമായിട്ട് മറ്റേ മോഹൻലാൽ അറിയുന്നു മുൻ ഭർത്താവ് ഇവരെ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ പൊസസീവ്നെസിന്റെ കുറെ ഇത് കാണിക്കുന്നുണ്ട് അവരായിട്ട്. പിന്നീട് ഇവര് ഒരുമിച്ച് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. അനുപം ഖറും മോഹൻലാലിന്റെ കഥാപാത്രം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ജയപ്രദയുടെ മുമ്പിൽ ജയപ്രദയോടുള്ള ഒരു ക്ലോസ്നെസ് കാണിക്കാൻ വേണ്ടി മോഹൻലാലിന്റെ കഥാപാത്രം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ മറ്റാളില് അസ്വസ്ഥനാവുന്നുണ്ട്. സ്വാഭാവികം ആ ഒരു അതെന്താണ് ആ പൊസസീവ്നെസ് വളരെ ഷാർപ്പായിട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഭർത്താക്കന്മാരുടെ മുൻ ഭർത്താവിന്റെയും ഭർത്താവിന്റെയും നടുവിൽ ഒരു സ്ത്രീ അവരുടെ ഒരു വിഷമവും. അതെ അതിന്റെ അകത്ത് ഒരു ഏറ്റവും കഴിഞ്ഞാൽ മോഹൻലാലിന്റെ കഥാപാത്രമായ മാത്യൂസ് വളരെ ഓപ്പണായിട്ട് ജീവിതത്തിനെ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെങ്കിൽ ചിലപ്പം ഈ പൊസസീവായിട്ട് തോന്നുന്നത് ചിലപ്പോൾ ഈ മേനോന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം സ്വന്തം ഭാര്യ ഇങ്ങനെ കൂടെയുള്ള ഭാര്യയെ ഇങ്ങനെ ഹഗ് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു അതെ അതെ. പക്ഷെ ഇത് പലപ്പോഴും ഈ ആള് ആദ്യത്തെ ആള് വീണ്ടും ഇവരിലേക്ക് അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന ചിന്തകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു അകൽച്ച ഉണ്ടാക്കാനായിട്ട് ഇത് സമയം വെച്ചാൽ ഇത്രയും നല്ലൊരു ജീവിതത്തിൽ കഴിയുന്ന ഒരാളിലേക്ക് എങ്ങനെ കടന്നു കയറാൻ വരുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ ഈ ഒരു മേനോനിലേക്ക് എത്തുന്ന ചില മേനോന്റേതായിട്ടുള്ള താനിപ്പോഴും അന്യനാണ് എന്ന് തോന്നുന്ന ഒരു ബോധം ഉണ്ടാക്കാനായിട്ടുള്ളൊരു ശ്രമം. സൈക്കോളജിയിൽ ആദ്യ പ്രണയത്തെ മറക്കാൻ പറ്റില്ല. അതെ. അപ്പൊ ആ ഒരു പേടി ഈ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരുന്നുള്ള അപ്പം ഈ നമ്മളിപ്പം അതിൽ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ടല്ലോ, അലസമായി തുറന്നു കിടക്കുന്ന വാതിലിലൂടെയാണ് പ്രണയം അറിയാതെ കടന്നു. അപ്പം നമ്മൾ പലപ്പോഴും നമ്മളൊരു ബോധപൂർവം ശ്രമിക്കണമെന്നില്ല. അപ്പം ഏതെങ്കിലും ചെറിയൊരു സിമ്പതി കൊണ്ടായിരിക്കാം, ചെറിയൊരു കരുതലിലായിരിക്കാം ഒക്കെ ഒരുപാട് റിലേഷൻസ് വന്നെന്നിരിക്കാം. അപ്പം അത് എപ്പോഴാണ് കാറ്റുപോലെയാണ്, ഏത് ചെറിയൊരു സൂക്ഷിച്ചം മതി അത് കടന്നു വരാനായിട്ടുള്ള. അപ്പം